കൊട്ടിഘോഷിച്ച് പമ്പയിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിൽ കസേരകൾ കാലി. ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്ത 4245 പേരിൽ വന്നത് 623 പേർ മാത്രം. സെമിനാറുകൾ പ്രഹസനമായി നടന്നു. സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷകളെ തലകീഴായി മറിച്ചു. ഉദ്ഘാടന സഭ മുതൽ ആളുകയറാതെ സദസ്സ് ഭൂരിഭാഗവും ഒഴിഞ്ഞുകിടന്നു. മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ ഉൾപ്പെടെ കസേരകൾ കാലി. സദസ്സിലുണ്ടായിരുന്നവരിലേറെയും സർക്കാർ ഉദ്യോഗസ്ഥരും ദേവസ്വം ജീവനക്കാരും. നാണക്കേട് മറികടക്കാൻ ജീവനക്കാരെ നിർബന്ധപൂർവ്വം കുത്തിക്കയറ്റി. 4245 പേരാണ് സംഗമത്തിൽ പങ്കെടുക്കുന്നതിനായി ഓൺലൈനായി രജിസ്റ്റർ ചെയ്തത്. എന്നാൽ വന്നത് വെറും 623 പേർ. ദേവസ്വം നേരിട്ട് ക്ഷണിച്ച 500ഓളം പേരും പരിപാടിക്കുണ്ടായി. ഉദ്ഘാടന സഭയ്ക്ക് ശേഷം 3 വേദികളിലായി നടന്ന സെമിനാറുകളിലും പ്രാതിനിധ്യം 4-1 മാത്രം. സെമിനാറുകളിൽ ഫലപ്രദമായ ചർച്ചകളോ അഭിപ്രായ സ്വരൂപണമോ ഉണ്ടായില്ല. ആളില്ലാതെ പരാജയപ്പെട്ട പരിപാടിയുടെ ജാള്യത പുറത്തുകാട്ടാതെ ആഗോള അയ്യപ്പ സംഗമം പ്രതീക്ഷിച്ചതിലും ഗംഭീര വിജയമായിരുന്നുവെന്ന് ദേവസ്വം മന്ത്രിയുടെ പ്രസ്താവനയും. ആഗോള അയ്യപ്പ സംഗമം സംഘാടകർ പ്രതീക്ഷിച്ച രൂപത്തിനേക്കാൾ അപ്പുറത്ത് പങ്കാളിത്തം കൊണ്ടും അതോടൊപ്പം തന്നെ ഉദ്ഘാടന സമ്മേളനവും പിന്നീട് നടന്ന 3 സെഷനുകളിൽ ചർച്ചയും നല്ല വിജയകരമായി പര്യവസാനിക്കും. സമാപന സമ്മേളനത്തിലും വിരലിലെണ്ണാവുന്ന പ്രാതിനിധ്യം മാത്രമാണുണ്ടായത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഹൈന്ദവ സമൂഹത്തിന്റെ വിശ്വാസ്യത പിടിച്ചുപറ്റാൻ നടത്തിയ സർക്കാരിന്റെ നാടകമാണ് പൊളിഞ്ഞു വീണത്. ജനം, പത്തനംതിട്ട.